അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സുധ, വീട് കോങ്ങാട്. ഞാനൊരു സാക്ഷ്യം പറയുന്നത്, 3 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളൊരു 10 സെൻറ്റ് സ്ഥലവും വീടും വാങ്ങിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബാലൻസ് പൈസ 8.5 ലക്ഷം രൂപ വേണമായിരുന്നു. അത് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ 6 മാസം എഗ്രിമെൻ്റ് എഴുതി എഗ്രിമെൻറ്റിൻ്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല. പൈസ എല്ലാവരോടും ഞങ്ങൾ കടം ചോദിച്ചു, ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളത് നിരാശപ്പെട്ട് ആ സ്ഥലം ഞങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞു. അങ്ങനെ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വരികയും ഞങ്ങളെല്ലാവരും വന്ന് പറയുകയും ഒക്കെ ചെയ്തു. പിന്നെ കുർബാനയ്ക്ക് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ ഒക്കെ അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാവും, കുഴപ്പമില്ലാതെ അത് കിട്ടും എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എന്നാലും ഈ 3 വർഷം കഴിഞ്ഞിട്ടും ഈ 5 ലക്ഷം പോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ പാർട്ടിക്കാരെല്ലാവരും ഇടപെട്ട് വീണ്ടും ഞങ്ങൾക്ക് ഒരു എഗ്രിമെൻറ്റ് പുതുക്കി തന്നു 6 മാസത്തേക്ക്. ഈ 6 മാസത്തേക്ക് എഴുതി തന്നിട്ടും ഞങ്ങൾ ഒരുപാട് ആൾക്കാരോട് സഹായം ചോദിച്ചു. അപ്പോഴും എല്ലാവരും ഉള്ളവർ തന്നെ ഞങ്ങൾക്ക് തരാതെ അവർ ഞങ്ങളെ ഇട്ട് കളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ആ പൈസ ചോദിക്കാൻ ആരോടത്തും പോയില്ല. അങ്ങനെ മനസ്സ് വേദനിച്ച് അങ്ങനെ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചകളും വരുമായിരുന്നു. അങ്ങനെ ഈ 6 മാസം പുതുക്കി എഗ്രിമെൻ്റ് എഴുതി തന്നു. പിന്നെ 10 ദിവസം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ 10 ദിവസത്തിനകം ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിക്കുവാനും പൈസ കിട്ടുവാനും രജിസ്റ്റർ കഴിയുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്ഥലത്തിൻ്റെ മേലുണ്ടായ വലിയ തടസ്സമായിരുന്നു. മൊത്തം പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ 3 കൊല്ലത്തിന് ശേഷം വീണ്ടും ആ എഗ്രിമെൻ്റ് പുതുക്കി കൊടുത്തു. 10 ദിവസത്തിനുള്ളിൽ ദൈവം സഹായിച്ച് ആ സ്ഥലം മേടിക്കാനായിട്ട് അവർക്ക് കൃപ നൽകി അനുഗ്രഹിച്ചു. ഈ കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷം ഈ ചേച്ചിയും മക്കളുടെ മക്കളും വന്ന് പ്രാർത്ഥിക്കുന്ന അനേകം അനുഗ്രഹങ്ങൾ ദൈവമായ കർത്താവ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മരുമകനൊരു കേസ് ഉണ്ടായിരുന്നു, ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് മരുമകൻ കേസിൽ നിന്നും മോചനമായി സുഖമായി കഴിയുന്നു, ഭാര്യയും ഭർത്താവും കുഞ്ഞും. പിന്നെ അവർക്ക് 20 വർഷമായിട്ട് ഒരു വീട് സ്ഥലവും സ്വന്തമായിട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് നല്ലൊരു വീട്, 2 നില വീട്, സ്ഥലം, വലിയൊരു കാറ്, എല്ലാവരുടെ ജീവിതം നല്ലൊരു രീതിയിൽ പോകുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. പിന്നെ ഈ സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി വിഷമം കാരണം കടബാധ്യതയായി ജോലി നഷ്ടപ്പെട്ടു. 3 വർഷം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അങ്ങനെ വീട്ടിലേക്ക് വരാതെ തന്നെ ആയി. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ ജീവിത പങ്കാളി നാട്ടിലേക്ക് തിരിച്ചു വരികയും നഷ്ടപ്പെട്ടു പോയ പണി തിരികെ കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ കുടുംബത്തിലെ 5 പേരെയും പല വിധത്തിലായി ഈശോ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ.